എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർ എന്നെ അന്നമ്മ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ DM-ൽ കുറെ അന്നമ്മ ഇതെന്താ അന്നമ്മ അങ്ങനെ അല്ലെങ്കിൽ അന്നമ്മ നല്ല വീഡിയോ ആണ്. അപ്പോൾ ഹെയ്റ്റ് കമന്റ്സ് അങ്ങനെയൊന്നും ഇല്ല, വിച്ച് ഇസ് ആക്ച്വലി നൈസ്. ഇതുവരെ ഇല്ല, ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഹെയ്റ്റ് കമന്റ്സ് ആയിട്ട് വരുന്നത്. അത് ആക്ച്വലി ഒരു ഭയങ്കര ഒരു അതെ ചേട്ടാ ഒന്ന് കട്ട് ചെയ്യാമോ, വാട്ട് യു ലൈക്ക് ടു ഡു, പൊടിദോശയും ചായ ഇഷ്ടം കട്ട് ചെയ്തോളാം. സൺഡേസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണെങ്കിൽ യൂഷ്വലി ഐ ഗോ ഔട്ട് ഫോർ എ മൂവി ആൻഡ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, ദാറ്റ്സ് ഇറ്റ്. ആമ്പിള്ളേർ ഭയങ്കര സെക്സി ആക്കി അങ്ങോട്ട് അയ്യോ മെഴുകുക, അത് ഭയങ്കരമായിട്ട് ആ ഒരു ഒച്ചയാണ്. എനിക്ക് ഈ ലബൂബൂടെ സാധനം കിട്ടിയ അന്ന് ആ ഒരു ടൈമിൽ എന്റെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ചെറുതായിട്ട് പേടി. എനിക്കത് ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോ തന്നെ ഒരു ലിറ്ററലി പറയുകയാണെങ്കിൽ കോക്കാന്റെ മുഖം അത്. ഓക്കെ, അപ്പൊ അത് എനിക്കറിയില്ല എന്തിനാണ് ഈ പെമ്പിള്ളേർ പറയാ, ഓ മൈ ഗോഡ് ലബൂബു സോ ക്യൂട്ട്. ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കു എന്നാന്ന് വിചാരിക്കുക. അക്കു ഇതൊന്ന് എത്തി തരുമോ, എനിക്ക് എങ്ങനെ എത്തുന്നതെന്ന് അറിയില്ല അക്കു, ഒന്ന് എത്തി തരുമോ. ചോദിക്കുന്നില്ലേ അന്നമ്മ എന്റെ പ്രായമായിരുന്നെങ്കിൽ നോക്കിയാണോ? ആ അല്ല, ഇപ്പൊ പറയാൻ പറ്റൂട്ടോ, കമ്മിറ്റഡ് അല്ല. അല്ല എടോ അങ്കിൾ കൈക്കോണമ്പോ നായരെ കള്ളപ്പൊളേന്റെ ഇന്നങ്കം കേട്ടതും താൻ അടി അങ്ങോട്ട് നിർത്താ, അടിക്ക നിർത്താണ്ട് അങ്ങോട്ട് അടിക്ക, ചത്തുപോയാ ചെളി ചേർത്ത് അങ്ങോട്ട് പോതക്ക. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കോണ്ടന്റ് ക്രിയേറ്ററാണ്. ജസ്റ്റ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആൾ ടീച്ചറാണ്, ഡാൻസറാണ്, സിംഗറാണ്, ആക്ടറാണ്, മോഡലാണ്. ഇനി പറയാൻ എനിക്ക് കുറേ പേരുകൾ ബാക്കിയുണ്ട്. സോ ലെറ്റ് മീ വെൽക്കം അന്ന സുസൻ റോയ്. ഹായ് ഗൈസ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് കിങ്ങിണി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഈ ആക്ടർ, മോഡൽ, ആങ്കർ, ടീച്ചർ, ഡാൻസർ, സിംഗർ ഇതൊക്കെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഞാനിപ്പോൾ അന്നയോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ അന്ന ആരാണ്? യുവർ സെൽഫ് എങ്ങനെയായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ പറയാ? അമ്മേ, ഓ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ മൾട്ടി ടാസ്കർ. ഞാൻ എന്നെ തന്നെ ഒരു മൾട്ടി ടാസ്കർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. കാരണം പണ്ട് മുതലേ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കപ്പാക്കുറ്റി എനിക്ക് പണ്ട് മുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് കാരണമാണ് ഇപ്പം എൻ്റെ ഫീഡ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങൾ, ഇപ്പം ഡാൻസിൻ്റെ റീൽസ് ചെയ്യാറുണ്ട്, പാട്ടിൻ്റെ റീൽസ്, അല്ലാതെ റിലേറ്റബിൾ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന സംഭവം, അങ്ങനെ ഒരുപാട് ഒരു നിഷ് പെർട്ടിക്കുലർലി ഇല്ല എൻ്റെ ഫീഡിൽ. യൂഷ്വലി കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ അടുത്തും പറയുന്ന സംഭവമാണ് നിങ്ങൾക്ക് ഒരു ഇന്ന നിഷ് വേണം, ഒന്നല്ലെങ്കിൽ ഫാഷൻ അല്ലെങ്കിൽ റിലേറ്റബിൾ കണ്ടന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫീഡിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട്, ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സംഭവമാണ്. എല്ലാം ഉണ്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, പാട്ടാണെങ്കിൽ പാട്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബേസിക്കലി പണ്ട് തൊട്ടേ ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ആണോ, എങ്ങനെയായിരുന്നു? പണ്ട് മുതലേ എനിക്ക് പണ്ട് മുതലേ എല്ലാ പരിപാടിക്കും ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതൽ പഠിക്കും അത്യാവശ്യം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി എല്ലാ പരിപാടിക്കും ഉണ്ടാവും. അതിൽ ഡാൻസ്, പാട്ട്, മോണാക്ട്, കഥാപ്രസംഗം, മറ്റേ ബിന്ദു പണിക്കർ മറ്റേ ഇതിൽ പറയില്ലേ സമൂഹഗാനം പറഞ്ഞ് ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. അപ്പം അത് കാരണം പണ്ട് മുതലേ എല്ലാ പരിപാടിക്കും നിൽക്കുമായിരുന്നു. സ്റ്റേജ് ഫിയർ എന്നൊരു സാധനം എനിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കാരണമാണ് ഇപ്പോൾ ഈ വീഡിയോ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഫാമിലി അപ്പോൾ കൊച്ചിലോട്ട് ഭയങ്കര സപ്പോർട്ടായിരിക്കുമല്ലോ എല്ലാത്തിലും വിടുന്നതുകൊണ്ട്? ഭയങ്കര സപ്പോർട്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മയാണ്. കാരണം എല്ലാ പരിപാടിക്കും എനിക്ക് തോന്നുന്നത് ആകപ്പാടെ മിമിക്രി മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ സംഭവം എസ്പെഷ്യലി ഈ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി, ഇപ്പം നാടകം, കഥാപ്രസംഗം, മോണാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അഭിനയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞിനാൾ മുതൽ ഒരു 6th 7th മുതൽ ഇങ്ങനെ എല്ലാ പരിപാടിക്കും വിടുമായിരുന്നു. ഡ്രോയിങ്, പാട്ട്, ക്ലാസിക്കൽ മ്യൂസിക്, എല്ലാത്തിനും വിടുമായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര നല്ല സപ്പോർട്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഇന്റർവ്യൂവിൽ? മോണാക്ട്, കഥാപ്രസംഗം, എനിക്ക് വയ്യ. ഇന്നത്തെ ഇന്റർവ്യൂ നമ്മൾ ഗംഭീരമാക്കും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ആരൊക്കെയാണ് ഫാമിലിയിൽ? ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി.
ചേച്ചിയായിട്ട് ഭയങ്കര ബോണ്ടിങ് അല്ലേ, ഹൈലൈറ്റ് തന്നെ ഉണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട്. ചേച്ചിയാണോ ഭയങ്കര ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അത് അമ്മ തന്നെയാണോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മൂന്നുപേരും ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കൊന്ന് മുന്നേ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ പപ്പയുടെ പേര് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെ അയൽവക്കത്തൊരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പൊന്നും മോനെ അപ്പൻ എന്തോരം കഷ്ടപ്പെട്ട് കൊച്ചിനെ വളർത്തിയതാണ്. അതായത് അപ്പൻ്റെ പേര് വിട്ടുപോയതല്ല, അതൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫ്ലോയ്ക്ക് അമ്മയുടെ പേരാണ് മെൻഷൻ ചെയ്തത്. അപ്പോൾ നോട്ട് ദ പോയിന്റ് ചേച്ചി പപ്പയും ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷേ അമ്മയും ചേച്ചിയും എസ്പെഷ്യലി ഇപ്പം എനിക്ക് പറഞ്ഞത് എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സിബ്ലിങ്സിൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ. എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്കൊരു ഫൈനൽ ഒരു നോഡ് തരുന്നത് എൻ്റെ ചേച്ചി തന്നെയാണ്. ഓക്കെ ഫൈൻ. ഞാൻ അപ്പോൾ ഇൻസ്റ്റയിൽ ബയോയിൽ കണ്ടൊരു സാധനമാണ് ഹാപ്പി കിഡ്. ഓക്കെ 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 അപ്പം എന്താണ് ഈ ഹാപ്പി കിഡിൻ്റെ ഏറ്റവും ഹാപ്പിനെസ് സംഭവം? വാട്ട് ഈസ് മൈ ഹാപ്പിനെസ്? ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ ബൈ ദ വേ. ഈശ്വര, ഞാൻ പോലും ആലോചിച്ചിട്ടില്ല. ഹാപ്പിനെസ് ഐ തിങ്ക് ബീയിങ് വിത്ത് മൈ ഫാമിലി, എൻ്റെ വീട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക ആൻഡ് ഡൂയിങ് വാട്ട് ഐ ലവ്. എസ്പെഷ്യലി എനിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മിക്ക ക്രിയേറ്റേഴ്സിന് എനിക്ക് തോന്നണത്, ഞാൻ ജനറലൈസ് ചെയ്ത് പറയണല്ലോ കേട്ടോ, പക്ഷേ മിക്കവർക്കും ഉള്ളൊരു ഒരു പ്രഷർ എന്ന് പറയുന്നത് ഇന്ന സംഭവം മാത്രം. ഇപ്പോൾ ഫാഷൻ, ഫുഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. ഇത് ഫുഡ് ആണെങ്കിൽ ഫുഡിൻ്റെ കണ്ടന്റ് മാത്രം, ഫാഷൻ ആണെങ്കിൽ അത് മാത്രം, ആ ഒരു ഇഷ്യൂ മാത്രം പിടിക്കുക. പക്ഷേ ഇപ്പം എൻ്റെ കണ്ടന്റ് ആണെങ്കിൽ എനിക്കിഷ്ടം ഐ ലവ് ബീങ് അൺഹിഞ്ച്ഡ്. അതായത് നമുക്ക് തോന്നിയത് പറയാന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടി പാട്ടിൻ്റെ റീൽ പോസ്റ്റ് ചെയ്യുക, ഡാൻസ് കളിക്കാനാണെങ്കിൽ അത്. ഡൂയിങ് വാട്ട് ഐ ലവ് ഇസ് സംതിങ് ദാറ്റ് മേക്സ് മീ വെരി ഹാപ്പി. എപ്പോഴും പൊതുവെ കൂടുതലും ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ശരിക്കും? നോട്ട് റിയലി. ഞാൻ ഇടയ്ക്ക് ചേച്ചിയുടെ അടുത്തിന് പറയാറുണ്ട്, ലൈക്ക് ബയോയുടെ അകത്ത് ഹാപ്പി കിട്ടുന്നതാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഐ എം ഓൾവേസ് ഹാപ്പി. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ തന്നെ ഐ തിങ്ക് ആൾക്കാർ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇത് കുറച്ച് മറ്റേ നമ്മുടെ ബാഡ് ആയിട്ടുള്ള സൈഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തൊരു സ്ട്രഗിളിൽ കൂടെ വരുന്നു, അങ്ങനത്തെ സംഭവം കൂടെ കുറച്ചും കൂടെ ഷോക്കേസ് ചെയ്താലൊന്നും ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എം ഓൾവേസ് എ ഹാപ്പി പേഴ്സൺ. ഐ എം എ വെരി ആൻഷ്യസ് പേഴ്സൺ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എന്ത് കാര്യത്തില്ല? കാര്യം ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പ്രോബബ്ലി നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പം സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതലും ഈ ആൻഷ്യസ്, പേടി, ടെൻഷൻ ഒക്കെ കാണാറുള്ളത്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കാറുള്ളത്? അതായത് ഫോർ എവറി സിംഗിൾ തിങ്, അങ്ങനെ ഇന്ന പെർട്ടിക്കുലർ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്റ്റേജ് ഫിയറിൻ്റെ കേസ് പറഞ്ഞത് ഈ ഐ തിങ്ക് ആക്ടേഴ്സ് പ്രോബ്ലം എന്നാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള വേർഡ് അറിയില്ല, ഐ എം സോറി തെറ്റാണെങ്കിൽ. എനിക്കറിയില്ല. അതായത് സ്റ്റേജിൽ കയറുന്നതിനൊരു ഐ തിങ്ക് ഒരു 3-4 മിനിറ്റ്സ് ഇങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു ആൻസൈറ്റി, ഒരു ഫിയർ ഉണ്ടാവും. നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് ഓൾ റൈറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ്. എനിക്കങ്ങനെ ഇപ്പൊ കയറി വന്നപ്പോഴും ടെൻഷൻ അടിച്ച് വന്ന വരവ് കാണാമായിരുന്നു. എൻ്റെ കയ്യിൽ കവറൊക്കെ പിടിച്ചിട്ട് ഓടിയിട്ട് ഞാൻ ലേറ്റ് ആയി പോയി. ഞാൻ 30 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ലൈക്ക് എനിക്ക് തോന്നുന്നു ഇന്ന സ്പെസിഫിക് സംഭവം ഒന്നുമില്ല. പക്ഷെ വൺസ് ആ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞാൽ ഐ ബി ലൈക്ക് ഓക്കെ, പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കുന്ന പോലെ. ഓക്കെ. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? കാര്യം ഇടുന്ന കണ്ടന്റ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാര്യം ഞാൻ ഇങ്ങനെ ഇന്നലെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ. ഇപ്പൊ നോർമലി നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരുടെ റീൽ നോക്കുമെങ്കിലും നല്ല റീച്ചുള്ള കുറച്ച് റീൽസ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി വിടും. ഇതിപ്പോ ഞാൻ ഒരെണ്ണം കണ്ടിട്ട് ഇത് കണക്ട് ചെയ്യാം, അടുത്ത് ഇത് കൊള്ളാലോ, പിന്നെ ഞാനിരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക. എല്ലാം ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് അതിന്റെ ഒരു ആക്ച്വൽ പ്രൊസീജിയർ? എങ്ങനെയാണ് കണ്ടന്റ് എടുക്കുന്നത്? കണ്ടന്റ് ഈ ഐഡിയ കിട്ടുന്നത് എങ്ങനെയാ? ഐഡിയയിൽ പിന്നെ വർക്ക് ചെയ്യുന്നതും ആ ഒരു വീഡിയോ ആക്കി കൊണ്ടുവരുന്നത്? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ പെട്ടെന്ന് ഇപ്പൊ കുറച്ച് വീഡിയോസ് പെട്ടെന്ന് റീച്ച് പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഇനീഷ്യലി ഇട്ട റീല് കോതമംഗലം സ്ലാങ് ആ വീഡിയോ ആണ് പെട്ടെന്ന് പോയത്. എനിക്ക് തോന്നുന്നു ബിക്കോസ് നമ്മൾ മിക്കവരും ഈ ആക്സെന്റ് റീൽസ് ഇട്ടിട്ടുള്ളത് മൂവാറ്റുപുഴ അല്ലെങ്കിൽ കോട്ടയം അങ്ങനത്തെ ട്രിവാൻഡ്രം അതൊക്കെയാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. കോതമംഗലം പണ്ടത്തെ ഒരു സെയിങ് ഉണ്ട്, ഏതപ്പാ കോതമംഗലം കേട്ടിട്ടേ ഇല്ല എന്നുള്ള രീതിക്ക്. അപ്പം ഞാനും അമ്മയും പപ്പയും കൂടെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ നേരത്ത് ഞങ്ങളിങ്ങനെ പറയായിരുന്നു വെച്ചാൽ ഇങ്ങനെ കോതമംഗലത്തെ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര കോതന സ്ലാങ് ഉണ്ട്. അതായത് പുള്ളി ഭൂമിക്ക് ഭൂമി എന്ന് പറയും. ഇത് കേൾക്കുന്ന മിക്കവരും പറയും കോട്ടയം സ്ലാങ് ആണെന്ന് പറയും. പക്ഷെ അല്ല, കോതമംഗലത്തെ ആൾക്കാരും ഭായിക്ക് പകരം ഫാന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അപ്പന് ഭയങ്കര കോതന സ്ലാങ്. അപ്പൊ എന്തോ ഇങ്ങനെ പറയുന്ന നേരത്ത് ഫാരിയെ ഞങ്ങളുടെ അമ്മനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ അപ്പനെ കളിയാക്കി ഇങ്ങനെ. അപ്പൊ എന്തെന്നാണ് ഇതെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ശരിയാണല്ലോ, ഈ കോതമംഗലത്തെ കുറിച്ച് അങ്ങനെ അധികം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് വെറുതെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ പറയാൻ തോന്നുന്ന കാര്യം. എൻ്റെ വീഡിയോസ് ആണെങ്കിലും മിക്കത് അങ്ങനെയാണ്. ചില അങ്ങനെ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടുള്ള സംഭവം ഒരു സൈത്ത് ഇങ്ങനെ വെച്ചിട്ട് പോയിരുന്ന വീഡിയോ പ്രസന്റ് അതൊന്നുമല്ല, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഒരുപാട് അതിന് വേണ്ടിയിട്ട്
അങ്ങനെ അത്ര ഒരുപാട് എഫേർട്ട് ഇടാൻ താല്പര്യമില്ല. വെച്ചാൽ എനിക്ക് എന്താണോ മൈൻഡിൽ തോന്നുന്നത് അതങ്ങോട്ട് പറയുന്നു അത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു ഭയങ്കര ട്രെൻഡിങ്ങിൽ കയറിയപ്പോൾ? ഇതാണോ? എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ചെയ്തിട്ടില്ല. ഓൺ വോയിസ് അല്ലാതെ ചുമ്മാ ആക്ഷൻസ് മാത്രമുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറെ റീച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഓൺ വോയിസ് ചെയ്യുന്നത് റീച്ച് പോകുന്നത് കോതമംഗലം സ്ലാങ് ആണ്. നിങ്ങൾ സ്പീഡിൽ പറയുന്ന കോതോലം. ഞങ്ങൾ കോതമംഗലം, ഇത് നമ്മൾ ഈ ബസ്സിൽ ഈ നമ്മുടെ കിളികളുണ്ടല്ലോ, കിളി കണ്ടക്ടർമാരൊക്കെ കോതോലം 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 അങ്ങനെ പറയണത്. അവര് കോതമംഗലം അങ്ങനെ പറയില്ല. കോതോലം, വാക്ഷ, പിന്നെന്താണ് അങ്ങനെ, പിന്നെ ഭൂതത്താങ്കെട്ട് എന്ന് പറയില്ല, പൂത്താങ്കെട്ട്, മാക്ഷ, കോലം 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 എന്നാണ് പറയുന്നത് കൂടുതലും പറയുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് തീരുമാനിച്ച് ഇതിന് റീച്ച് വന്നതുകൊണ്ടാണോ ഇങ്ങനെ ഈ ലൈക്ക് ഓൺ വോയിസ് വീഡിയോസ് കൂടുതൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്? ഈ പറഞ്ഞ കോതമംഗലം വീഡിയോക്ക് റീച്ച് കിട്ടിയപ്പോഴാണോ? അതോ അങ്ങനെ ചോദിച്ചാൽ സോ ബേസിക്കലി ടു ബി വെരി ബ്രൂട്ടലി ഓണസ്റ്റ്, എനിക്ക് ആക്ച്വലി ഓൺ വോയിസ് ചെയ്യാനായിട്ട് കുറേ പേര് എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ നല്ല വോയിസ് ആണ്, RJക്ക് ട്രൈ ചെയ്തോടെന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, DM-ലും ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് എൻ്റെ വോയിസ് അത്യാവശ്യം പ്ലസൻ്റ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് എന്നല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു ഓൺ വോയിസ് ചെയ്യാനായിട്ട്. എൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, അന്ന ഓൺ വോയിസ് വേണ്ട കേട്ടോ, അന്നയ്ക്ക് അത് ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട്, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പണ്ട് എനിക്ക് നല്ല ആൻസൈറ്റി ഉണ്ടായിരുന്നു ഒരു കാര്യത്തിൽ. ഇപ്പം എസ്പെഷ്യലി കൊറോണയുടെ ടൈമിലൊക്കെ വീഡിയോസ് ഇടുമായിരുന്നു, പക്ഷെ ഓൺ വോയിസ് ഇടില്ലായിരുന്നു. പിന്നെ കോതമംഗലം സ്ലാങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഈസ് ഓക്കെ, ലൈക്ക് ആൾക്കാർക്ക് ഞാൻ പറയുന്നത് പ്ലസൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, അത്ര വലിയ സീനൊന്നുമില്ല. അപ്പം പിന്നെ ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് തോന്നുന്നത് ഈ കണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ കെയർ ചെയ്യാണ്ടിരുന്നാൽ മതി. എന്നിട്ട് എല്ലാ ദിവസം പറയാനില്ല കേട്ടോ, പക്ഷേ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ഇത് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ കണാരഞ്ചേട്ടൻ എന്ത് വിചാരിക്കും, ഇപ്പുറത്തെ വീട്ടിലെ എല്ലാത്ത ചേച്ചി എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യ നടക്കില്ല. അപ്പോൾ നമുക്ക് എന്താണോ മൈൻഡിൽ തോന്നുന്ന ഐഡിയ അത് നമ്മുടെ ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ റിയാക്ഷൻ, ആൾക്കാർ എന്ത് അങ്ങ് നോക്കുന്ന പരിപാടിയൊന്നുമില്ല? ഞാൻ നോക്കും, പിന്നല്ലാണ്ട് നോക്കാതിരിക്കില്ല. കമന്റ്സ് എങ്ങനെയുണ്ട്, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു? എല്ലാ കമന്റ്സും നോക്കാറുണ്ട്, ഞാൻ എല്ലാ DMs നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോസിൽ അന്നെ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്കൊന്ന് മിനിസോന്റെ മുന്നിൽ നിൽക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു, അതിന് ഇഷ്ടം പോലെ കമന്റ്സ് ചെയ്തിട്ട് ആരോ ഒന്ന് പറഞ്ഞൂടെ, ഈ കമന്റ് ഒന്നും കാണുന്നില്ലേ, ഈ ഡ്രസ്സ് എവിടെ നിന്നാണ്? ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം കണ്ടിട്ട് റീലം കണ്ട അതുവരെ എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്നോട് പൊതുവെ ഇന്റർവ്യൂസിൽ എല്ലാ ഗസ്റ്റും പറയുന്ന കാര്യം ഇതാ, ഭയങ്കര റിസർച്ച് ചെയ്തിട്ടാണ് വെറുതെ ഉള്ളത്. അതെനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അതെൻ്റെ ഒരു ഞാൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും തിരിച്ച് പറയുമ്പോൾ എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ ഞെട്ടിയിരിക്കരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് ഫുൾ ഇരുന്ന് നോക്കും. അല്ല, എനിക്കിത് കേട്ടിട്ട് ഇവിടെ ഞാൻ പോലും റീലിനെ കുറിച്ച് ഓർക്കണില്ല, പക്ഷെ നല്ല വെരി ഗുഡ് മുടിക്ക് തന്നെ. ആ വീഡിയോയുടെ താഴെ ഇഷ്ടം പോലെ കമന്റ്സ്, ഈ ഷർട്ട് എവിടുന്നാ വാങ്ങിയെന്നൊന്ന് പറ കൊച്ചെ, ഈ കമന്റ് കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. തിങ്സ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കണത് ഓക്കെ ഇതിന് കുറച്ച് ഹെയ്റ്റ് കമന്റ്സ് വരും, ഇതിന് ഇന്ന രീതിയിലുള്ള നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന രീതിയിൽ റെസ്പോൺസ് വരുന്നത് നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ ഇന്നേ വരെ എനിക്ക് തോന്നുന്നത് എൻ്റെ DM-ൽ വരണതും എൻ്റെ കമന്റിൽ വരണതും നല്ല നല്ല കമന്റ്സുകളാണ്. അങ്ങനെ ഹെയ്റ്റ് കമന്റ്സ് ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർ എന്നെ അന്നമ്മ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ DM-ൽ കുറേ കൊച്ചർക്കന്മാര് അന്നമ്മ ഇതെന്താ അന്നമ്മ അങ്ങനെ, അല്ലെങ്കിൽ അന്നമ്മ നല്ല വീഡിയോ ആണ്. അപ്പോൾ ഹെയ്റ്റ് കമന്റ്സ് അങ്ങനെയൊന്നുമില്ല, വിച്ച് ഇസ് ആക്ച്വലി നൈസ്. ഇതുവരെ ഇല്ല, ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഹെയ്റ്റ് കമന്റ്സ് ആയിട്ട് വരരുത്. ഓക്കെ, എന്തൊക്കെ വെറൈറ്റി DMs വരാറുള്ളത്? ഓക്കെ, പ്രപ്പോസൽസ് കുറെ വരാറുണ്ട്. അതാണ് എനിക്ക് കേൾക്കണം. എനിക്ക് തോന്നിയത് ചോദിക്കുന്നത്, എനിക്കത് കേൾക്കണം. ബിക്കോസ് എൻ്റെ ആ റീലുണ്ടല്ലോ, മറ്റേ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല മിണ്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം പറയുന്നത്, അതൊക്കെ കാണുമ്പോഴേ അറിയാം എക്സ്പീരിയൻസിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണെന്നുള്ളത്. അതെ വല്ലാണ്ട് ഞാൻ ഓർക്കുന്നു. അതെ അതായത് ഞാൻ ആക്ച്വലി ഓക്കെ തിങ്സ് ഈ ആൺപിള്ളേരെ യൂഷ്വലി പെൺപിള്ളേർ ക്ലീശയായിട്ട് കാര്യങ്ങൾ പറയില്ലെന്നല്ല കേട്ടോ. ഇപ്പം ഈവൻ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ യൂഷ്വലി ഇപ്പം ജനറലൈസ് ചെയ്ത് പറയണതല്ല എഗെയിൻ, പക്ഷെ നമ്മൾ കേൾക്കാറുള്ള ഡയലോഗാണ്, ചേട്ടൻ എന്നേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും അങ്ങനെ. അപ്പം അതുപോലെ നമ്മുടെ ക്യാമറമാൻ ഭയങ്കര ചിരി, പുള്ളി ഇത് മൾട്ടിപ്പിൾ ടൈംസ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ ഇത് അതുപോലെ തന്നെ പെൺപിള്ളേരും ഇന്ന രീതിയിലുള്ള ക്ലീശ ഡയലോഗ്സ് പറയാറുണ്ട്, ആൺപിള്ളേരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ ഹിഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. എനിക്കിത് പറയാനായിട്ട് യാതൊരു മടിയില്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ അറിയാം. സോ നാട്ടുകാർ അതും പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, എല്ലാം ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം പോലെ പറയുന്ന. സോ ഡേറ്റിംഗ് ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, ഞാൻ ഇതിന് മുന്നേ ഡേറ്റിംഗ് ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ എന്താണ് സംഭവം, ഇത് എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ പ്രൊസീജിയർ ഒന്നറിയാനായിട്ട് ഞാൻ ഡേറ്റിംഗ് ആപ്പ് എടുത്തു നോക്കി. സോ ഞാൻ ആക്ച്വലി ഫേക്ക് അക്കൗണ്ടാണ് എടുത്തത്. ഓക്കെ, എനിവേ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇതുപോലെ ഞാൻ പേര് വേണ്ട തൽക്കാലം ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ അത് ഡിലീറ്റ് ആക്കി കേട്ടോ. എന്നാലും പേര് പറയാലോ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും. അല്ല വേണ്ട, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാത്ത നല്ലത്. ഓക്കെ, കാര്യം അതിൽ ഇൻസ്റ്റയിൽ വേറെ ഫേക്ക് കാണും. ഞാൻ ആക്ച്വലി ട്രയൽ റൺ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രയൽ റൺ എടുത്തിട്ട് പിന്നെ ഞാൻ ഒറിജിനൽ അക്കൗണ്ട് ഒറിജിനൽ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഹിഞ്ച് എടുക്കുന്ന സമയത്ത് പ്രോംപ്റ്റിന്റെ അകത്ത് മിക്ക പയ്യന്മാരും, എഗെയിൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ എടുക്കുന്ന സമയത്ത് മിക്ക പ്രൊഫൈലിൻ്റെ താഴെ ഫോർ എക്സാമ്പിൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് സൺഡേസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണെങ്കിൽ യൂഷ്വലി ഐ ഗോ ഔട്ട് ഫോർ എ മൂവി ആൻഡ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, ദാറ്റ്സ് ഇറ്റ്. മിക്ക പ്രോംപ്റ്റിലും ആമ്പിള്ളേർ ഭയങ്കര സെക്സി ആക്കി അങ്ങോട്ട് മെഴുകുക, അത് ഭയങ്കരമായിട്ട് ആ ഒരു ഒച്ചയാണ്. പിന്നെ ഇതുപോലെ എൻ്റെ ഒരു കൊളീഗ് എന്നോട് വർക്ക് ചെയ്തൊരു പയ്യനാ, അവനിതുപോലെ എന്തോ ഒരു ദിവസം രാത്രി 12:30 എന്തോ ഒരു വോയിസ് നോട്ട് ഇട്ടു. അവരുടെ അടുത്ത് യൂഷ്വലി സാധാരണ സംസാരിക്കുമ്പോൾ അന്ന എന്തൊക്കെയുണ്ട് സുഖമല്ലേ അങ്ങനെയാ. ഇവൻ്റെ ഈ വോയിസ് നോട്ട് പറഞ്ഞത് അന്ന ഹലോ എന്തൊക്കെയുണ്ട്, യാ ഞാൻ കൊച്ചിയിലുണ്ട്, യാ ഇങ്ങനെയാ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്ത് തേങ്ങ ഇതുപോലെ ഇല്ല. ഞാൻ പക്ഷെ അത് കേട്ടിട്ട് പിന്നെ ആമ്പിള്ളേർക്ക് യൂഷ്വലി രാവിലെ എണീക്കുമ്പോൾ എന്തോ ഡീപ് വോയിസ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ ചില ആമ്പിള്ളേർ ഇതുപോലെ അങ്ങോട്ട് എന്താ പറയാ ഹോട്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ഇത് ചെയ്യണ സംഭവം. അപ്പൊ അത് കാരണമാണ് ഞാൻ ആ റീല് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പെൺപിള്ളേർക്ക് ഇല്ലെന്നല്ല, പെൺപിള്ളേർക്കുണ്ട്. ഞാൻ പെൺപിള്ളേരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും വന്നിട്ട് പൊങ്കാലിട്ടരുത്. നമ്മൾ എവിടെന്നാ ചോദിച്ചു തുടങ്ങിയെന്നറിയോ, എന്ത് വെറൈറ്റി DM ആ വരുന്നതെന്ന്. ഓക്കെ, അതിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വിട്ടിട്ടില്ല കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, DMs ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വരാറുണ്ടോ? മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ആരുമില്ല. ഇത് എനിക്ക് എന്താണ് കുറേ പേര് എൻ്റെ റീൽസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇതാണ്. ആക്ച്വലി ഒരു ചെക്കൻ എന്തോ ഡിപ്രസ്ഡ് ആയിരുന്നു, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പം അന്നയുടെ റീൽസ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഐ വാസ് വെരി ഹാപ്പി. ജെനുവിൻലി പുള്ളിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. പിന്നെ ഈ പറഞ്ഞ മറ്റേ എന്നെക്കാളും പ്രായം കുറഞ്ഞ പയ്യന്മാരാണ് DM-ൽ വരണത്. എൻ്റെ ഏജിലുള്ള പയ്യന്മാർ അധികമില്ല, കൂടുതലും പ്രായം കുറഞ്ഞ പയ്യന്മാരാണ് ചേച്ചി എൻ്റെ സെയിം പ്രായം നോക്കിയാനെ അങ്ങനെയൊക്കെ പറഞ്ഞ DM വരാറുണ്ട്. റിപ്ലൈ ചെയ്യോ ഇതിന്? ആർക്കും റിപ്ലൈ കണ്ടുവിടും. ഞാൻ ആക്ച്വലി റിപ്ലൈസ് കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓണസ്റ്റ്ലി ജെനുവൻ ആയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ കോഴിത്തരം പറഞ്ഞു വരുന്ന ആൾക്കാരാണെങ്കിൽ കൊടുക്കില്ല. അല്ല അങ്ങനെയല്ല, ലൈക്ക് അത് അവര് ചുമ്മാ ചൊറിയാൻ വേണ്ടിട്ട് ചിലതൊക്കെ ഇഗ്നോർ ചെയ്യണമല്ലോ. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെന്റൽ സമാധാനമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുള്ളൂ. അതെ. ഇപ്പൊ ഈ ഏജിന്റെ കാര്യം പറഞ്ഞപ്പം ശരിക്കും ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ജെൻസി ആണോ മില്ലിയൻ ആണോ? അത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനിപ്പോഴും ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട്. പറയുമ്പോൾ ഞാൻ ജെൻസി ആണെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ ഒരു തള്ളവൈബ് പറയാം. റീസെൻ്റ്ലി ഇതുപോലെ ഒരു ഷൂട്ടിന് ഇതുപോലെ പോയ ടൈമിൽ എൻ്റെ ഫോട്ടോഗ്രാഫർ പുള്ളിക്കാരൻ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സാൻഡ്വിച്ച് പിസ്സ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ചോറ് എന്തെങ്കിലും കഴിച്ചാലോ ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു ഈ ചോറ് അതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയായിരുന്നു ഇപ്പം നീ ഇത് പറയും, പക്ഷെ കുറച്ചും കൂടെ ഒരു പ്രായം കയറി കഴിയുമ്പോൾ നമുക്കൊരു വയറിന് സുഖം കിട്ടുന്ന ചോറ് കഴിക്കുമ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഐ വാസ് തിങ്കിങ് ശരിയാണല്ലോ, ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മാറും. ബട്ട് ഇറ്റ്സ് ഓക്കെ. തള്ളവൈബ് തന്തവൈബ് ഒക്കെ നല്ലത്, അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറേയൊക്കെ 90s പാട്ട് കേൾക്കുക, അതൊക്കെ കുറച്ച് നല്ല കാര്യമാണ്. പിന്നെ ഡെഫിനറ്റ്ലി സ്റ്റെഫി സണ്ണിയുടെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഒരു റീൽ എന്തോ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞത്, ഞാൻ റീസെന്റ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്ത് ഫ്ലോപ്പ് ആയപ്പോൾ എൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുക്കീസിന്റെ ആണോ?
കണ്ടിരുന്നു. എന്താണ് കുട്ടിയുടെ മുഖത്തൊരു പുച്ഛം? ഇയാൾ കുക്കീസ് ഉണ്ടാക്കി വെക്കിയിട്ടുണ്ടോ? നല്ല പാടാ കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾ ഈ ഇൻസ്റ്റയിൽ മറ്റേ ടുഡേ ഐ എം ബേക്കിംഗ് മൈ ഫസ്റ്റ് എവർ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇടുമല്ലോ, അങ്ങനെയല്ല, ഭയങ്കര പാടാ. പറഞ്ഞു വന്നത് അതിട്ട സമയത്ത് സ്റ്റെഫിയുടെ സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മൂക്ക് ഇങ്ങനെ 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 ആവാറുണ്ട്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഫ്ലെയർ ചെയ്യും എൻ്റെ. ഇപ്പൊ അതിനൊരു റീലും വന്നിട്ടുണ്ടല്ലോ ആ മ്യൂസിക് വെച്ചിട്ട്. ഓക്കെ, അത് ചെയ്യണമെന്ന് ചോദിച്ചു. അവരുടെ ക്ലീശയാന്ന് ഓർത്തിട്ട് ഇവർ കണ്ടെന്ന് വെച്ചു. അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് സംസാരിക്കുന്ന രീതി സ്റ്റെഫിയുടെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് തോന്നി കണ്ടത് കണ്ടപ്പോൾ. ഞാൻ ചോദിച്ചു ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോന്ന്. സ്റ്റെഫി ഒരുപാട് പേര് 2-3 പേര് തന്നെ DM-ലോ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആ ടോയ് എങ്ങനെ ഉണ്ട്? എന്താ ലബൂബു പിന്നെ പറയാനുണ്ടോ? ആക്ച്വലി ആ റീല് പോസ്റ്റ് ചെയ്ത സമയത്തെ ലബൂബുയുടെ സംഭവം ഇട്ട സമയത്ത് കുറെ പേര് അത് വൂഡുഡോളാണ്, മറ്റേ ആന്റി ക്രിസ്ത്യാനിക് അല്ല മറ്റേ സേറ്റൻ വർഷിപ്പിംഗ് ആൾക്കാരുടെ സാധനമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട് ആക്ച്വലി ദുബായിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് തന്ന സാധനമാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് പറയാണ് ഈ സാധനം കൊള്ളില്ല എന്ന് പറയാൻ നമുക്കൊരു തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് കൊള്ളില്ലേ നമുക്ക് തോന്നുമല്ലോ. എനിക്ക് ഈ ലബൂബുയുടെ സാധനം കിട്ടിയെന്നല്ല കേട്ടോ, ആ ഒരു ടൈമിൽ എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ചെറുതായിട്ട് അതിപ്പോ കിട്ടിയില്ലെങ്കിലും ഇടിക്കേണ്ട സാധനം ഇടിച്ചിരിക്കും. പക്ഷെ ഇനിയിപ്പോ നമുക്ക് ലബൂബിന്റെ തലയ്ക്ക് വെക്കാം. അത് കാരണം എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ അത് കാരണമാണോ? ഇതിപ്പോ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആയി, അപ്പൊ ലബൂബു അത് തന്നെ എനിക്കറിയില്ല. അപ്പൊ അവസാനം വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇത് കുറെ പേര് എന്നെ പറയുന്നുണ്ട്, എസ്പെഷ്യലി കമന്റ്സിലൊക്കെ മൊത്തം എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് 2 പേര് എൻ്റെ അടുത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, ടീച്ചറിന്റെ കൊച്ചിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്ര പ്രശ്നമുള്ളൊരു സാധനമായിരുന്നോ? അത് ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അവര് ഞാൻ കണ്ട പുറത്തുള്ള ആൾക്കാർ മറ്റേ ബാഗിലൊക്കെ തൂക്കൊണ്ട് നടക്കുന്ന അവര് ഭയങ്കര ലക്കായിട്ട് അല്ലല്ല, അറിയില്ല. ഇത് എന്തോ സംതിങ് എന്തോ ഡീമണ്ട് എന്തോ ഒരു സാധനമാണ് ഈ ലബൂബു എന്ന് പറഞ്ഞ സാധനം. കുറെ പേര് എല്ലാവരും ഭയങ്കരമായിട്ട് ഓവർ ഹൈപ്ഡ് ആയിട്ട് സാധനം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരനത് ഗിഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ചുളുവിനൊരു കണ്ടന്റ് എങ്ങനെ പോലും ചെയ്തിടാലോ, കാരണം അത് ഓവർ ഹൈപ്ഡ് ആണ്. അപ്പൊ ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്താ സംഭവം. ഞാൻ കണ്ട ഹൈപ്പും അങ്ങനെയാണ്. ഇത്രയും റീച്ച് കൂടാൻ കാരണം എന്തോ ലക്ക് കിട്ടുന്നുണ്ടെന്നോ? അതായത് ഇത്രയും ഹൈപ്പ് വരാൻ കാരണം, ഇത്രയും റീച്ച് ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ. അതിന്റെ കാരണം ലക്ക് എന്നുള്ളതല്ല, പുറത്തുള്ള കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഹാൻഡ് ബാഗിലും ഒക്കെ കീ ചെയിൻ പോലെ ഇത് ഫുൾ ടൈം ഇത് ഷോക്കേസ് ചെയ്ത് കൊണ്ട് നടക്കുന്നു. ഇതെന്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സാധനം പോലെ. ആ സാധനം ഇപ്പോഴും പേടി കാരണം എന്റെ ബെഡിന്റെ മൂലയ്ക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. പേടി. എനിക്കത് ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു മുഖം അതിന്റെ. ലിറ്ററലി പറയുകയാണെങ്കിൽ കോക്കാന്റെ മുഖം അതിന്. ഓക്കെ, അപ്പൊ അത് കാരണം എനിക്കറിയില്ല എന്തിനാണ് ഈ പെമ്പിളെടുത്ത് പറയാം, ഓ മൈ ഗോഡ് ലബൂബു സോ ക്യൂട്ട്. എനിക്ക് ലബൂബു ഇതുവരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പിന്നെ അത് ഏത് കളറല്ലേ ലബൂബിന് കിട്ടിയ? പിങ്ക്. അത് ഭയങ്കര ലക്കാട്ടാ, പിങ്ക്. ഇതിന്റെ സംഭവം കണ്ടിട്ടില്ല. ഞാൻ കണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കളർ നമുക്ക് പൊട്ടിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പിങ്ക് കിട്ടാൻ വേണ്ടി കുറെ പെൺകുട്ടികൾ വാങ്ങിച്ചിട്ട് കിട്ടുന്ന മൊത്തം ഗ്രേ, ഗ്രീൻ, ബ്ലൂ. ഭയങ്കര ദേഷ്യം, പിങ്ക് കിട്ടണം. അതുകൊണ്ടാണ് ഇതിന്റെ ഹൈപ്പ് കൂടിയതൊക്കെ. ആൻഡ് ഞാൻ ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ എടാ ഇത് കിട്ടിയതിന് ശേഷം കുറച്ചൊരു പ്രശ്നമാവുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആള് വരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നീ ഒന്നൊരു കാര്യം ചെയ്യും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അത് പാത്രം കഴിയുന്ന സ്ക്രബ്ബറേ. ഞാൻ മിക്കവാറും അങ്ങനെ ആക്കുമെന്ന് തോന്നുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനത് കട്ടിന്റെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ കിട്ടാൻ വേണ്ടി ഓടി നടക്കും. ഇവിടെ ഒരാൾ മൂലയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞു, എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവുന്നുണ്ട്. ഇപ്പൊ ഈ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഈ കുറെ ഗേൾസ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ ഈ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ടൈപ്പ് കണ്ടന്റൊക്കെ കാണാറില്ല ഇൻസ്റ്റയില്. അപ്പൊ എന്താ തോന്നാറ്? ഓ മൈ ഗോഡ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ തുറന്ന സമയത്ത് എനിക്ക് ആരാ ആൾക്കാരെന്ന് പറയാൻ പാടില്ല, ഞാൻ ആ സാധനം ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട്. അതായത് ഒരു പെങ്കൊച്ചിട്ട, എനിക്ക് ക്രിയേറ്ററിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. അതായത് ഹെൽമെറ്റ് ഇടണാണ്. ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കു എന്നാന്ന് വിചാരിക്കാം. അക്കു ഇതൊന്ന് എത്തി തരോ, എനിക്ക് എങ്ങനെ എത്തുന്നതെന്ന് അറിയില്ല, അക്കു ഒന്ന് എത്തി തരോ. ആൻഡ് ഓൾസോ നടക്കണതൊക്കെ അത് ഈ ക്യൂട്ട്നെസ് അങ്ങോട്ട്. ഞാൻ പറയട്ടെ, ഞാനും പേര് പറയുന്നില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാ ചെരുപ്പ് വാങ്ങിക്കാൻ, അവിടെ വരുമ്പോ ഒന്നും വേണോന്ന് പറയരുത്. എനിക്ക് അത് തന്നെ റീസെന്റ് മറ്റേ ആസിഫ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ക്രിയേറ്റർ, ആസിഫെ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആസിഫ് ആക്ച്വലി അത് റീല് ഇട്ടപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കിയിട്ട് എൻ്റെ പൊന്നെ, എനിക്കൊരു
ഒരു 5 മിനിറ്റത്തേക്ക് എനിക്ക് ഫിസിക്കലി ക്രിഞ്ച് വരും. ഇങ്ങനെ പോയ പോലെ തോന്നിയോ? അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഈ ബെയ്റ്റ് ഇട്ട് കൊടുക്കാന്ന് പറയും. അതായത് അവർക്കറിയാം സംഭവം ക്രിഞ്ചാന്നുള്ളത്. ദേ നോ ദാറ്റ് സംഭവം ഭയങ്കര ക്രിഞ്ചാണെന്ന് അവർക്കറിയാം. ആ പെൺകൊച്ചിന് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ല. ഈ കൊച്ചിനെങ്ങാണ്ട് 2-3 പേരെന്തോ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആസിഫ് അടക്കം ഏതൊരു ക്രിയേറ്റർ ട്രോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീ പുട്ടപ്പ റിയാക്ഷൻ വീഡിയോ, നിങ്ങൾ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം കേട്ടോ. അതിൽ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്കാരത്തി ഷീ റെസ്പോണ്ടഡ് അഗെയിൻസ്റ്റ് ദാറ്റ് വീഡിയോ, റിയാക്ട് ചെയ്തതിന്റെ വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഷീ ടോക്കിംഗ് പ്രോപ്പർലി, വലിയ കുഴപ്പമില്ലാണ്ട് സമാധാനം സംസാരിക്കുന്നുണ്ട്. അല്ലാത്ത വീഡിയോ ഇടുമ്പോൾ ഇതൊന്നും എത്തോ മറ്റേ ഇതില് സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരിക്കണത് പ്രോപ്പറായിട്ട് ഇരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഐ മീൻ തിങ്സ് അവർക്ക് അറിയാം ഈ സംഭവം ബെയ്റ്റ് ആണെന്ന് അവർക്കറിയാം. നമ്മുടെ ആൾക്കാർ ഇതുപോലെ ഇപ്പോൾ എന്താ പറയുക നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണോ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് ഇച്ചിരി എക്സാക്ട്ലി അതായത് ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് ഇപ്പം നമ്മുടെ ഞാൻ പറയണില്ല ഓക്കെ എനിവേ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വിയർഡായിട്ട് തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരത് ഏറ്റെടുത്തു. പീപ്പിൾ വിൽ ഒരു ഫിലിം റിവ്യൂവറെയാണോ ഇപ്പോൾ ഉദ്ദേശിച്ചത്? ഫിലിം റിവ്യൂവർ അതെ ആണ് തോന്നി. അതായത് ആൾക്കാർ അതിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്ത് തോന്നിയാസം ചെയ്താലും ആൾക്കാർ അത് ഏറ്റെടുത്തോളും. അതായത് ആൾക്കാരെ നെഗറ്റീവ്, അതായത് ബേസിക്കലി പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇതേ സെയിം സംഭവം തന്നെ വർഷങ്ങൾക്ക് മുന്നേ സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത് ബേസിക്കലി ഇത് നെഗറ്റീവ് മാർക്കറ്റിംഗ് ആയിരുന്നു. മോശമായിട്ടുള്ള സംഭവം എത്രത്തോളം അധപതിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അധപതിച്ച് ചെയ്യുക. അപ്പോൾ ആൾക്കാർ എങ്ങനെ പോലും അതിൻ്റെ താഴെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടും. ഈ പെൺകുട്ടിയുടെ സംഭവം ഞാനൊരു 5-6 കണ്ടു. 5 റീല് കഴിഞ്ഞ് പിന്നെ സ്ക്രോൾ ചെയ്തപ്പോൾ ഈ കൊച്ചു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് പുള്ളിക്കാരത്തിക്ക് അഗെയിൻസ്റ്റ് സംസാരിച്ചേക്കുന്ന ആൾക്കാർക്ക് വളരെ നോർമലായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാവോ, നിങ്ങൾ ഒരു സ്ത്രീയെ കുറിച്ചാണ് അങ്ങനെ എന്താണ്ടൊക്കെ നോർമലായിട്ട് സംസാരിക്കണത്. സോ ആൾക്കറിയാൻ പാടില്ലാണ്ടല്ല കേട്ടോ. പക്ഷെ ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചോദിക്കട്ടെ, ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഒരു ടേം ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. എന്താ ശരിക്കും ഇൻഫ്ലുവൻസർ എന്നുള്ള ടേം കൊണ്ട് ഇവർക്ക് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ബീങ് കോൾഡ് എൻ ഇൻഫ്ലുവൻസർ. എനിക്ക് ഇൻഫ്ലുവൻസർ എന്നുള്ള ടേമിൽ എന്നെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. ബിക്കോസ് ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ആസ് എൻ ഇൻഫ്ലുവൻസർ. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം. ബിക്കോസ് ഐ തിങ്ക് ഐ മേക്ക് കണ്ടന്റ് വിച്ച് ഇസ് റിലേറ്റബിൾ ടു പീപ്പിൾ. ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശരിയാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ എടുക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇന്നൊരു ബ്രാൻഡ് ഇപ്പം ഇന്നൊരു സ്കിൻ കെയർ യൂസ് ചെയ്തു, അത് ഈ 2 ആഴ്ചത്തേക്ക് യൂസ് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്, സോ നിങ്ങളും യൂസ് ചെയ്യൂ. അപ്പം ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവരെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരെയാണ് നമ്മൾ ബേസിക്കലി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറന്റ്ലി എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ കം കണ്ടന്റ് ക്രിയേറ്റർ. ബിക്കോസ് ഐ ഓൾസോ റിവ്യൂ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. എനിക്ക് സ്കിൻ കെയർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യാറുണ്ട്, മേക്കപ്പ് റിവ്യൂ ചെയ്യാറുണ്ട്. സോ ബേസിക്കലി ഞാനും ഈ പറഞ്ഞൊരു നിഷിൽ വരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഓക്കെ, പഴയ ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, റോബിൻ ചേട്ടൻ്റെയും ലെസ്ലിയൊക്കെ ഇന്റർവ്യൂ എടുത്തൊരു വീഡിയോ. ഓക്കെ, അതിൽ റോബിൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് അന്ന കമ്മിറ്റഡ് ആണോ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ കമന്റ് ബോക്സിലും DM-ലും ഒക്കെ വരുന്ന കുറെ പാവം കുട്ടികളൊക്കെ ചോദിക്കുന്നില്ലേ, അന്നമ്മ എന്റെ പ്രായമായിരുന്നെങ്കിൽ നോക്കിയാണെന്നൊക്കെ. അല്ല, ഇപ്പൊ പറയാൻ പറ്റൂട്ടോ കമ്മിറ്റഡ് അല്ല, അന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ വിട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കമ്മിറ്റഡ് അല്ല. നമ്മുടെ ഫാൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് DM ചെയ്തോളൂ, ക്രിഞ്ച് ഒഴിച്ച് DM ചെയ്യണം, ഇല്ലെങ്കിൽ ആള് പിടിച്ച് റോസ്റ്റ് ചെയ്ത് വിട്ടുകളെ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സിംഗിൾ ആണ്, പക്ഷെ നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ല, നോട്ട് റെഡി ടു മിങ്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അന്നമ്മയുടെ ഓക്കെ, അന്നമ്മയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? ബിക്കോസ് മൾട്ടി ടാസ്കിങ് ആണ്, ആങ്കറാണ്, ആക്ടിംഗ് ആണ്, മോഡലിംഗ്, ഡാൻസിങ്, സിംഗിങ്, ടീച്ചിങ് എല്ലാം ഉണ്ട്. ഞാൻ അതിന് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം ഒരു സംഭവങ്ങളാണ്. സോ ഒരു ഡേ എങ്ങനെയായിരിക്കും പോവാ? രാവിലെ ആസ് യൂഷ്വൽ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ എല്ലാ ദിവസം ഇങ്ങനെ 5 മണിക്ക് എണീക്കണം, 6 മണിക്ക് എണീക്കണം എന്ന് വെച്ചിട്ട് ഒരു 5 ഒരു 10-12 അലാം വയ്ക്കും. പക്ഷെ എണീക്കണത് ഒരു 7 മണിക്ക് ആകുമ്പോഴാണ്. അതായത് 5 മണി അലാം കേൾക്കും, അലാം കേട്ടിട്ട് ഓഫീസിൽ നിന്ന് നേരെ പോയി കിടന്നുറങ്ങും. ആ ഒരു ടൈപ്പാണ്. എനിക്ക് എപ്പോഴും രാവിലെ ഭയങ്കര നേരത്തെ എണീക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷെ നടക്കണില്ല, എന്താണെന്ന് എനിക്കറിയില്ല, നടക്കണില്ല എനിക്ക്. ഓക്കെ, സോ ഒരു 7 മണിക്ക് എണീക്കും, പിന്നെ സ്കൂളിലേക്ക് പോകും, സ്കൂളിൽ പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കും, പിള്ളേരെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരും, കുട്ടികളാക്കും.
അതെ, നല്ല കുട്ടികളാക്കും, ഭാവിയുടെ തലമുറയെ വാർത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് അബൌട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണോ, അല്ലെങ്കിൽ ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യില്ല. വീഡിയോ എടുക്കാൻ തോന്നുന്നു എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. തിരിച്ചു വരുന്നു, പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സസൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഫുഡിയാണോ? ഫുഡിയാണെന്ന് വെക്കുകയാണെങ്കിൽ അത്ര ഭയങ്കര ഫുഡിയൊന്നുമല്ല, ഫുഡ് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഈ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് അപ്പോൾ ഷൂട്ട് മോഡലിംഗ് ഒക്കെ വരുന്നൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്കിപ്പോൾ ആക്ച്വലി ഈ ഒരു ടൈമിൽ സാറ്റർഡേസും സൺഡേസും ആണ് എനിക്ക് വർക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഐ എം ആക്ച്വലി ഇപ്പോൾ ഉള്ള ഒരു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഐ എം ആക്ച്വലി ലവിങ് ഇറ്റ്. കാരണം മൺഡേ ടു ഫ്രൈഡേ പിള്ളേരെ പഠിപ്പിക്കണു, സാറ്റർഡേസ് ആൻഡ് സൺഡേസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഫുൾ ഓൺ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. പക്ഷേ ഐ എം ലവിങ് ദിസ് ബിസി ലൈഫ്. അടിപൊളിയാണ്. ഈ സ്കിൻ കെയർ റൊട്ടീനും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. പിന്നെ ഓഫ് കോഴ്സ് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് പറയാം. സോ രാവിലെ ഫേസ് വാഷ്, വൈറ്റമിൻ സി സെറം, മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ. രാത്രി കിടക്കാൻ നേരത്ത് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും അത്ര അവെയർ ആയിട്ടുള്ള സംഭവമല്ല തോന്നുന്നു. ഓക്കെ, അതായത് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഞാനൊരു അതായത് എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഇതില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. എനിക്കിത് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നുന്ന സംഭവം ആയതുകൊണ്ട് മൺഡേ എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എക്സ്ഫോളിയേറ്റ് ചെയ്യുക. കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുക, ഇത് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ ക്രീം ഇടുക, ഉറങ്ങാൻ പോവുക. സെക്കൻഡ് ദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യുക, അതിനുശേഷം റിപ്പയർ ചെയ്യുക ബൈ യൂസിങ് റെറ്റിനോൾ. കേട്ടിട്ടുണ്ടോ? റെറ്റിനോൾ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ക്രീം ഇടുക, അപ്പോൾ റിപ്പയർ ചെയ്യും. തേർഡ് ദിവസം ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ക്രീം മാത്രം. ഫോർത്ത് ദിവസം ഫേസ് വാഷ്, വീണ്ടും മോയ്സ്ചറൈസർ ക്രീം മാത്രം. അടുത്ത ദിവസം വീണ്ടും സൈക്കിള്, ഫേസ് വാഷ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഫേസ് വാഷ്, റെറ്റിനോൾ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ. അതാണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്. അപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കറന്റ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ നാടൻ പരിപാടികൾ, മറ്റേ നാൽപ്പരാമാതി കേരം. എനിക്ക് എണ്ണ ഭയങ്കര ഇഷ്ടമാണ്. നാൽപ്പരാമാതി കേരം. അതും പിന്നെ അയ്യോ ഏലാതിലേക്കില്ലല്ലോ പണ്ടാരം, ഒരു റെഡ് കളർ ഒരു എണ്ണ ഉണ്ടല്ലോ, അയ്യോ കുങ്കുമാതി തൈലം. കുങ്കുമാതി തൈലവും നാൽപ്പരാമാതി കേരം ഇടയ്ക്ക് യൂസ് ചെയ്യും. ഭയങ്കര നല്ലതാണ്. നല്ല സ്കിന്നാണ്, നല്ല ഗ്ലോയിങ് ആണ്. കൊള്ളാം, താങ്ക് യു. അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ. വാട്ട് യു റിയലി ലവ് ഡൂയിങ്? എന്താണ് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? നീ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ആലോചിക്കട്ടെ, വാട്ട് യു ലവ് ടു ഡു അങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഹോബി അല്ല, എന്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാ? ഉറങ്ങും, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഐ ലവ് സ്ലീപ്പിംഗ്. ഓക്കെ, ആൻസർ ഐ ലവ് സ്ലീപ്പിംഗ്. ഉറക്കമാണ് ഏറ്റവും കംഫർട്ട് പരിപാടി. ഭയങ്കര സ്ട്രെസ് ഉള്ളപ്പോഴും ഒന്ന് ഉറങ്ങിയാൽ തീരും. അങ്ങനെയാണ്. എനിക്കൊന്ന് സ്ട്രെസ് ഉള്ള സമയത്ത് തിന്നുക. എനിക്ക് സ്ട്രെസ് ഉള്ള സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വലിച്ചെടുത്ത് തിന്നണം, നല്ല സമാധാനം വരുള്ളൂ. തിന്നങ്ങോട്ട് കഴിയുമ്പോൾ അതങ്ങ് മാറിയുന്നു. ചിലപ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെ കുറെ പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഈ മറ്റേ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പിള്ളേർ ഒന്നും കഴിക്കാതെ അത് ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് സ്ട്രെസ്സ് കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെയല്ല. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലോണം തിന്നണം. സ്റ്റോർ റൂമിൽ കയറുന്നു, എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വലിച്ചു വരി കഴിക്കണം, എനിക്ക് സമാധാനമായി. ഓക്കെ, അന്നയ്ക്ക് എങ്ങനെയാണ് അന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് അന്നയ്ക്ക് എന്നെ കാണേണ്ടത്? കുറച്ചും കൂടെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് കുറച്ചും കൂടെ അറിയപ്പെടണം എന്നുണ്ട്. ഐ മീൻ ഒരു ലൈക്ക് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് നോ. എനിക്ക് കുറച്ച് അൺഹിഞ്ച്ഡ് ആയിട്ട്, ഇപ്പം പ്രൊഫൈലിലാണെങ്കിലും ഞാൻ അൺഹിഞ്ച്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ഭയങ്കര ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ പറയണത്. സോ ഐ വോണ്ട് പീപ്പിൾ ടു സീ ദി ആർട്ടിസ്റ്റ് ഇൻ മീ മേ ബി ലൈക്ക് കുറച്ചൊരു എൻ്റെ ഒരു ആർട്ടിസ്റ്റായിട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാനീ പറഞ്ഞ തിയേറ്റർ പരിപാടികളൊക്കെ ചെയ്തത് എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഐ ഹവ് ഡൺ ലൈക്ക് മൂവീസ് ഇതുവരെ. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷെ ഒരു പോയിന്റ്, പപ്പ ഡയറക്ടറാണ്, അപ്പം അപ്പൻ്റെ മൂവിയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഐ എം നോട്ട് രജിസ്റ്റേർഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. ഇപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ എം നോട്ട്, ഞാൻ ആൾക്കാരുടെ ഇടയിൽ അത്ര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ല. ആൻഡ് മൂവി ഇൻഡസ്ട്രിയിൽ കുറച്ചൊന്ന് നല്ല റോൾസ് കിട്ടുക, നല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റോൾസ് ഇൻഡസ്ട്രിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ലക്കും ഭയങ്കരമായിട്ട് വേണം. ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ലക്ക് ഭയങ്കരമായിട്ട് വേണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിഞ്ഞത്. കാരണം ഇപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറൊരു ആളുടെ സപ്പോർട്ടോ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അഭിനയിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം
കുറെ പേർക്ക് അഭിനയിക്കാനായിട്ടുള്ള നല്ല കഴിവുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പം ഗോഡ് നോസ് എനിക്കറിയില്ല, ലൈക്ക് മേ ബി ആഫ്റ്റർ 5-6 years അറിയില്ല, ഞാൻ ചിലപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അറിയില്ല. ആ ടൈം അങ്ങനെ ആ ഒരു സമയം പോലെ ഇരിക്കും. അപ്പോൾ ഒരു ആക്ട്രസ് ആവുക എന്നുള്ളതാണോ ശരിക്കും ഭയങ്കര ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം, ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത്? എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ നമ്മുടെ KPC ലളിത അല്ലെങ്കിൽ ലളിത ചേച്ചീനൊക്കെ വെച്ചാൽ ഇത് ലൈക്ക് എനിക്കൊന്നും ഒരിക്കലും അവരുടെ ആ ഒരു നെടലിൽ പോലും നിൽക്കാനായിട്ടുള്ള ഒരു ഇതില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നല്ല നല്ല ക്യാരക്ടർ റോൾസ്, അതായത് ഇപ്പം ഗ്രേസ് ആന്റണി ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ അറിയില്ല, ലൈക്ക് ഇപ്പം ഒരു ഡയറക്ടറിന് എന്നെ കണ്ടിട്ട് അവർക്കും കൂടെ തോന്നണം ഈ ഒരു ക്യാരക്ടർ അന്നേക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുവാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കറൻ്റ്ലി കണ്ടന്റ് ക്രിയേഷനിൽ കൂടെ ഞാൻ എൻ്റെ അതാകുമ്പോൾ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ഐഡിയാസ് നമുക്ക് തന്നെ പുട്ട് ഫോർവേഡ് കൺവേ ചെയ്യാനായിട്ട് പറ്റും. സോ ആഫ്റ്റർ 5-6 years ഹോപ്പ്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നിലൊരു നല്ല പൊട്ടൻഷ്യൽ ആയിട്ടൊരു ആർട്ടിസ്റ്റിനെ കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി, അറിയില്ല, അങ്ങനെ തന്നെ ആവട്ടെ. എനിവേസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പം അന്നയുടെ ഒരു ചെറിയ ഒരു ആക്ടിങ് സംഭവം കൂടെ നമുക്ക് കാണാം, ഒരു ആക്ടിങ് സ്കില്ലും കൂടെ നമുക്ക് കാണാം. മോണോ ആക്ട് മിമിക്രി മാത്രമുള്ള ആൾക്കില്ലാഞ്ഞത്, ബാക്കി കഥാപ്രസംഗം എല്ലാം ഉള്ളതാണ്. വല്ലഭ ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതെ. ഓക്കെ, അപ്പോൾ ഈ ആക്സെന്റ് തുടങ്ങാം. അതെ, അതായത് ഞാൻ ആക്ച്വലി മോണാക്കിൽ ഈ നമ്മൾ ബ്രാഹ്മണന്മാർ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം നീട്ടിലും കുറുക്കലും ഉണ്ടല്ലോ. അതായത് ഞാൻ ആക്ച്വലി ഈ മോണാക്ട് കഥാപ്രസംഗം കുറച്ചൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിപ്പം നാടകമാണെങ്കിലും നമ്മൾ യൂഷ്വലി അഭിനയിക്കുന്ന പോലെയല്ല, ഭയങ്കര ഇച്ചിരി ഡ്രമാറ്റിക് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഈ മോണാക്റ്റിൽ ഒരു ചെറിയൊരു പീസ് ഉണ്ട്, അതായത് ഒരു ബ്രാഹ്മണൻ സംസാരിക്കുന്നത്, അതായത് ഒരു അടിച്ചമർത്തപ്പെടുന്ന ആളെ നോക്കിയിട്ട് പറയുന്ന, അതായത് അൺടച്ചബിലിറ്റിയുടെ സമയം, അത് തന്നെ എക്സാക്ട്ലി. അപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗാണ്, എടോ അങ്കിൾ കൈക്കോണമ്പ് നായരെ, കള്ളപ്പൊലന്റെ ഇന്നങ്കം കേട്ടതും താൻ അടി അങ്ങോട്ട് നിർത്താ, അടിക്ക, നിർത്താണ്ട് അങ്ങോട്ട് അടിക്ക, ചത്തുപോയാ ചെളി ചേർത്ത് അങ്ങോട്ട് പോതക്ക. എടാ ഞാനേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാട്ടോ. താങ്ക് യു. പക്ഷെ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നല്ല കുറച്ച് ആക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ഗെയിമും ഒക്കെ എടുത്ത് വെച്ചേനെ. ചെയ്യാനാ കുഴപ്പമില്ല. എന്തായാലും 5 വർഷം കഴിയുമ്പോൾ എന്നെ ഷുവർ ആയിട്ട് നല്ലൊരു ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് ഗംഭീരമായി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമായിരിക്കും. ഞാൻ വീണ്ടും എന്നെ ഇന്റർവ്യൂവിന് വിളിക്കും, അന്ന് ഞാൻ ഈ പരിപാടിയിൽ ഉണ്ടെങ്കിൽ. അത് അതെന്തായാലും ചെയ്യാൻ പറ്റട്ടെ. ഞാൻ ഇവിടെ ആങ്കറിംഗായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കുന്നതായിരിക്കും. അന്ന് ഞാൻ കുറച്ച് പരിപാടി തന്നിരിക്കും, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇത് അറിഞ്ഞില്ല, ഇതായിരുന്നു എനിക്ക് അന്ന് കിട്ടണ്ടേ, അന്ന് എനിക്ക് കിട്ടാതെ പോയത്. സ്പെഷ്യൽ കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. എനിവേസ്, എന്തായാലും എന്നെ പറഞ്ഞ പോലെ തന്നെ ഈ മൾട്ടി ടാസ്കിംഗ് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. നല്ല നല്ല റിലേറ്റബിൾ കോണ്ടന്റ്സ് ഇനി ഇടുക. അന്നയുടെ ഈ ഒരു ബോഡി ലാംഗ്വേജും സ്റ്റൈലും സംസാര രീതിയും ഒക്കെ എനിക്ക് ഇന്റർവ്യൂവിലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു, വീഡിയോ കാണുന്നവർക്കും ഇഷ്ടമാണ്. അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. താങ്ക് യു ഫോർ മേക്കിംഗ് മീ കംഫർട്ടബിൾ. ഭയങ്കര അടിപൊളി സംസാരം കേട്ടോ, സംസാരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കേടാ, താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.